ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നയന. എന്നുണ്ട് ആരുടെ വിശേഷം? അങ്ങനെ പതിവ് പോലെ ഇന്ന് ഞാൻ പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് നിൽക്കുകയാണ്. ആമിക്കുട്ടി സ്കൂളിൽ പോയി, ചേട്ടൻ ഓഫീസിൽ പോയി. അപ്പോൾ കാലത്തൊരു തിക്കും തിരക്കും ഓട്ടവും ചാട്ടവും ഒക്കെ കഴിഞ്ഞു കേട്ടോ. എൻ്റെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു. ഇനിയാണ് എൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്യണത്. എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഇന്ന് ഈവനിങ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാൻ പുറത്തേക്ക് എന്താ നോക്കിക്കണേന്ന് വെച്ചാൽ ഇത്ര നേരം നല്ല വെയിലായിരുന്നു കേട്ടോ. പെട്ടെന്നുണ്ട് മഴ വന്നിരിക്കുന്നത്. ഞാനാണെങ്കിൽ ഇന്നലെ കുറേ തുണികൾ കഴുകി മേലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉഗ്ര മഴയായിരുന്നു. പിന്നെങ്കിലും ഉണങ്ങി കിട്ടുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്നും മഴയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അടുപ്പിച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. എനിക്ക് തുണികൾ വീടിനകത്തിട്ട് ഉണക്കണതിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ ഇപ്പോൾ സിറ്റുവേഷൻ അങ്ങനെയാണ്. എപ്പോഴും ഉള്ളിലിട്ട് ഉണക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. ആ സ്മെല്ല്, ഒരു തരം സ്മെല്ലൊക്കെ വരില്ല ശരിക്കും തുണി ഉണങ്ങാണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഇങ്ങനെ മഴ അടുപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ അസുഖങ്ങളും വിട്ടുമാറില്ലല്ലോ. അതുകൊണ്ട് മഴ വല്ലപ്പോഴൊക്കെ രസമാണ്, പക്ഷെ എപ്പോഴും ആകുമ്പോഴേ ഇടങ്ങാറാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നല്ല പോലെ അങ്ങോട്ട് ഹെവി ഓയിലിംഗ് ചെയ്തിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. വീക്കിലി നമ്മൾ 3 തവണയൊക്കെ ഓയിലിംഗ് ചെയ്യാറുള്ളൂ. ഡെയിലി ഓയിലിംഗ് ചെയ്യലില്ല കേട്ടോ. അപ്പോൾ ഈവനിങ് ഡ്യൂട്ടിയൊക്കെ ആകുമ്പോൾ നേരത്തെ തല കുളിച്ച് മുടി ഉണക്കിയില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഓയിലിട്ട് കഴിഞ്ഞാൽ മുടി ഉണങ്ങില്ല. അപ്പോൾ പിന്നെ മുടിയൊക്കെ ഇങ്ങനെ പുട്ടപ്പ് ചെയ്ത് വെക്കുമ്പോൾ ആകെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അങ്ങനെ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നന്നായിട്ട് ഓയിലിംഗ് ചെയ്തിട്ടുണ്ട്. എണ്ണ വാരി പൊത്തിയിട്ടുണ്ട് തലയിൽ കേട്ടോ. ഇനി അപ്പോൾ ഞാൻ ഷാമ്പൂവും ചെയ്യും കേട്ടോ. ഒരു എന്താ പറയുക, ഓർഗാനിക് ആയിട്ടുള്ളൊരു ഷാമ്പൂ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആയുർവേദിക്കാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഹെയറൊക്കെ നല്ലോണം വാഷ് ചെയ്യും. എന്നാലും ഓയിൽ കണ്ടന്റ് ഉണ്ടാവും കേട്ടോ മുടിയിൽ. പിന്നെ വിളക്ക് വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് തൊഴുത് പിന്നെ നമ്മുടെ കാര്യങ്ങളിലോട്ട് അങ്ങോട്ട് കടക്കായിട്ടാണ്. ഈവനിങ് ഡ്യൂട്ടി ആണെങ്കിൽ ഞാൻ മോർണിംഗ് ആണ് വിളക്ക് വയ്ക്കാറുള്ളത്. അതുപോലെ കാരണം ഈവനിങ് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തുമ്പോഴേ ഒരു 7-7:45 ആവും. അപ്പോൾ പിന്നെ വിളക്ക് വയ്ക്കാൻ എന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ ഈവനിങ് ആണ് വിളക്ക് വയ്ക്കുക. അങ്ങനെ എൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വിളക്കൊക്കെ വയ്ക്കാറുള്ളത്. പിന്നെ ചെറുതായിട്ടൊന്ന് സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. ലോട്ടസിൻ്റെ ജെൽ ക്രീമാണ് കേട്ടോ. മോയ്സ്ചറൈസർ അല്ല, ഫേസ് ക്രീമാണ്, ഫെയർനെസ് ക്രീമാണ്. അതാണ് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ മോയ്സ്ചറൈസറൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ വേറെ ഒരെണ്ണം ഓർഡർ ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാണ്. ആ ഒരു ഫേസ് ക്രീം ഉണ്ടല്ലോ, അതൊരു മോയ്സ്ചറൈസർ അല്ല, ശരിക്കും ഒരു എന്താ പറയുക, ഫെയർനെസ് ക്രീമാണ്. അപ്പോൾ പിന്നെ അത് മാത്രമായാലും അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഞാനതൊരു മോയ്സ്ചറൈസർ പോലെ യൂസ് ചെയ്തിട്ട് പോൺസിൻ്റെ സൺസ്ക്രീൻ മേലെ കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഫേസസ് കാനഡയുടെ സ്ട്രോപ്പ് ക്രീം ജസ്റ്റ് ഒന്ന് ഹൈൻസിലൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇന്നതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. നല്ല പോലെ എണ്ണ ഫേസിലോട്ടും കഴുത്തിലോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. എണ്ണ കാര്യമായിട്ട് പോയിട്ടൊന്നുമില്ല കേട്ടോ മുടിയിൽ നിന്ന്. പിന്നെ പ്ലമ്മിൻ്റെ കാജിൽ വെച്ചൊന്ന് എഴുതി കൊടുത്തു. ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. കാരണം കണ്ണിൻ്റെ മണ്ടിയും ആ ഒരു ക്രീസിൻ്റെ ഏരിയ ഒക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കേക്ക് ആവും കേട്ടോ. പിന്നെ ഐലൈനറൊക്കെ അപ്ലൈ ചെയ്താൽ അതൊക്കെ ആകെ കേക്ക് ആവും. ഓയിലിൻ്റെ കണ്ടൻറ്റ് വല്ലാണ്ട് ഫേസിലുള്ളതുകൊണ്ട് ഞാൻ ഫേസ് ഒന്നും കൂടെ വാഷ് ചെയ്തു, എന്നാലും പോകണമെന്നില്ല. പിന്നെ മെബലൈൻ്റെ ലിപ്സ്റ്റിക്ക് സൂപ്പർ സ്റ്റേ ഇട്ട് കൊടുത്തു. ഇതൊരു റെഗുലർ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഒരു ഡെയിലി വെയർ ആയിട്ടുള്ള നല്ല അടിപൊളി ഷെയ്ഡാണ് അത്. ആമസോണിയനാണ് കേട്ടോ. ഞാൻ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഇനി പിന്നെ ഞാൻ കാലത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കടച്ചയ്ക്കും മുതിരിയും കൂടിയിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ. എന്നിട്ട് പറയാം, തോരൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു കുഴമ്പ് രൂപത്തിൽ കാലത്ത് ഉപ്പേരി അതായിരുന്നു. പിന്നെ ചേട്ടൻ 2 മുട്ട പുഴുങ്ങി കൊടുത്തു. ആമിക്കുട്ടിക്ക് ആ ഒരു ഉപ്പേരിയും പിന്നെ പഴം നെയ്യിൽ വറുത്തതാണ് കേട്ടോ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുത്തത്. വേറെ ഒന്നും കിടാവ് കഴിക്കണില്ല. ഇഡലിയും ദോശയൊക്കെ തിന്നതൊന്നും മടുത്തവള്. കഴിഞ്ഞ വർഷം ഫുള്ള് ഇഡലിയും ദോശയും മാറി മാറി പുട്ട് അങ്ങനത്തെയൊക്കെ ആയിരുന്നേ. അപ്പോൾ അത് ആൾക്ക് ആദ്യമൊക്കെ നല്ല ഇഷ്ടമായിരുന്നു ഇഡലി. ഇപ്പോൾ തീരെ കഴിക്കണില്ല, നീ മടുത്തുകിട കഴിഞ്ഞ്. പിന്നെ ഞാനൊരു ബുൾസൈ ചുടുന്നുണ്ട് കേട്ടോ. അത് ഉപ്പേരിയും ഈ ഒരു ബുൾസയും കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങനെ ഭയങ്കര ലേറ്റാണ് കേട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കലാണ്. പിന്നെ ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതെനിക്ക് മസ്റ്റാണ്. കാലത്ത് ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഒരു ഉഷാറില്ല കേട്ടോ. ഓരോ ദിവസം വൈകുന്നേരം ആകുമ്പോൾ പിറ്റേ ദിവസം ആമിക്ക് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുള്ളൊരു ടെൻഷനാണ് കേട്ടോ എനിക്ക്. എന്ന് വെച്ചാൽ ആമി ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല, തീരെ ഒന്നും കഴിക്കുന്നില്ല കേട്ടോ. ഭയങ്കര മടിച്ചായിട്ടുണ്ട് കഴിക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇഡലിയും ദോശയൊക്കെ വെറുപ്പായി കിട അവന് മടുത്തു. പിന്നെ ഉപ്പുമാവ് ഇഷ്ടമല്ല, പുട്ട് ഇഷ്ടമല്ല. ഇപ്പം അടുപ്പിച്ച് എന്തെങ്കിലും ഒരു ഐറ്റം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കില്ല. അവിൽ കുഴച്ച് കൊടുക്കാറുണ്ട്, അതും കഴിക്കണില്ല. അങ്ങനെ ഇപ്പം ഞാൻ ഓരോന്ന് കണ്ടുപിടിക്കുകയാണ് കേട്ടോ. പിന്നെ അവളുടെ സ്കൂളിലോട്ട് ഈ നോൺ വെജ് ഒന്നും കയറ്റാൻ പറ്റില്ല, കൊടുത്തു വിടാനായിട്ട് പറ്റില്ല. അപ്പോൾ ലഞ്ചിനാണെങ്കിലും ചോറ് കൊടുക്കുന്നതൊന്നും മുഴുവനായിട്ട് കഴിക്കണില്ല കേട്ടോ. തിരിച്ചു കൊണ്ടാണ് കറികൾ കഴിക്കണില്ല. അപ്പോൾ അതൊക്കെ നമുക്കൊരു ടെൻഷനല്ലേ. നമുക്കൊരു നേരമല്ലേ ഫുഡ് കൊടുക്കാനായിട്ട് പറ്റണുള്ളൂ.
അങ്ങനെ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ടീ ആണ് കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് കോഫിയാണ്. മിക്ക ദിവസം കോഫി ഉണ്ടാക്കാറുള്ളത്, പക്ഷെ അത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു ടീ കുടിക്കാമെന്ന്. പിന്നെ ലഞ്ച് ബോക്സ് സെറ്റാക്കാണ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ടേ. അപ്പോൾ കറി ഇത് ഞാൻ പറഞ്ഞില്ലേ, കടച്ചയ്ക്കും മുതിരിയാണ് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നത്. അതും നേരത്തെ ഒരു ഉണ്ടാക്കിയ ബുൾസൈയില്ലേ. അപ്പം അത്രയേ ഉള്ളൂ. വേഗം തട്ടിക്കൂട്ടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ലഞ്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ മിക്ക ദിവസവും. അതിൽ കാര്യമായിട്ട് ഭയങ്കര ലാവിഷായിട്ടുള്ള ലഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ കുറേ കറികളോ അങ്ങനെയൊന്നുമല്ല, ഏതെങ്കിലും ഒരു കറി, ഒരു കൂട്ടം എന്തെങ്കിലും സൈഡായിട്ടുള്ള സംഭവം ഉണ്ടാകും. പിന്നെ അമ്മ നല്ല ചക്കലുവ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ വരട്ടിയെടുത്ത ചക്കലുവ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്ത് സോഫ്റ്റ് ആണെന്നറിയോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തെടുത്ത് കഴിക്കും. ആമിക്കുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾക്ക് സ്കൂളിലോട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് കൊടുത്തയക്കാൻ എൻ്റെ അടുത്ത് പറയാം. പക്ഷെ ഇത് കുറേ കഴിച്ച് കഴിഞ്ഞാൽ വല്ല ലൂസ് മോഷനൊക്കെ വരും. അപ്പോൾ കുറച്ചൊക്കെ കൊടുത്തയക്കും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിൽ നാളികേരപ്പാലും അതുപോലെ ശർക്കരയും നെയ്യും ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ല പോലെ വരട്ടിയെടുത്തതാണ് കേട്ടോ. കുറേ പാടുപെട്ടിട്ടുണ്ട് സംഭവം വരട്ടിയെടുക്കാനായിട്ട് അമ്മ. പിന്നെ ദേ നമ്മൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മുടെ റാഗി പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഡയറ്റ് ചെയ്തിരുന്ന സമയത്ത് ഇത് മാത്രം കുറുക്കി കഴിച്ചിരുന്നത് 1 വർഷത്തോളം. അപ്പോൾ ഈ ഒരു റാഗി പൗഡർ നല്ല പോലെ നമ്മൾ ഇതേ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് ജസ്റ്റ് കുറുക്കുക. കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കില്ല, അതുപോലെ നമ്മൾ കട്ട വിടാണ്ട് എന്താ പറയുക കുറുക്കിയെടുക്കണം എന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അതൊന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം പഴം, ആൽമണ്ട്സ്, എന്തെങ്കിലും നട്ട്സ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതേ ഉള്ളൂ, അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങയിലയുടെ പൗഡറാണ് കേട്ടോ, അത് ആഡ് ചെയ്തു. പിന്നെ ഈ ബൂസ്റ്റ്, ബോൺവിറ്റ അങ്ങനത്തെ പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റിനായിട്ട് എൻ്റെ കയ്യിൽ ഒരു ന്യൂട്രി ചോയ്സ് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ കുറുക്കിയെടുത്ത് ഈ ഒരു സംഭവം കുറച്ച് നേരം തണുക്കാൻ വെക്കുക കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മിക്സിലോട്ട് ഇത് ആഡ് ചെയ്ത് നല്ലപോലെ അരച്ചെടുക്കാം. ഞാനൊരു സ്മൂത്തിയാണ് ഉണ്ടാക്കാറുള്ളത്. മിക്ക ദിവസം ഈ ഒരു സ്മൂത്തിയാണ് കേട്ടോ കുടിക്കാറുള്ളത്. ആമിക്കുട്ടിക്കും കൊടുക്കും. നല്ല ഹെൽത്തി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ആമി ഇത് മാത്രം കുടിക്കാറുണ്ട് കേട്ടോ. ഡെയിലി എന്നോണം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കുടിച്ചിട്ടാണ് പോകാറുള്ളത്. അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. ഇതിൽ വാൾനട്ട്സ് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്താൽ കുറച്ചും കൂടെ ഹെൽത്തി ആവും. ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് ഞാൻ പരമാവധി ഇത് കൊടുത്ത് വിടാറുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഡേറ്റ്സ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്തില്ല, കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒക്കെ നമുക്ക് വാങ്ങിക്കണം. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ അത് ഈ ഒരു ഗ്ലാസ് ജാറിൽ ഫില്ല് ചെയ്തിട്ട് കുറച്ച് നേരം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, വേഗം തന്നെ കുടിച്ചിട്ട് പോകാൻ നോക്കുകയാണ് കേട്ടോ. ഒക്കെ ചേഞ്ച് ചെയ്തോ ഡ്യൂട്ടിക്ക് ഇറങ്ങാണ് കേട്ടോ. പക്ഷെ ഇപ്പോഴും നല്ല മഴയാണ്. ഇനി മഴക്കോട്ടൊക്കെ ഇട്ടിട്ട് വേണം പോകാനായിട്ട്. വേണ്ട, മഴ ചാർന്ന് വേണ്ട, ഇപ്പോഴും നല്ല ചാറ്റൽ മഴയുണ്ട്. കൂടി വരിക മഴക്കോട്ടൊക്കെ ഇട്ട് രക്ഷയില്ല. മഴ ചാർന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് പെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അതുവരെയും എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കാം. ബൈ.